രേണുസുതി ചത്തൊന്നും പോവില്ലല്ലോ എന്ന് ജിസേൽ നെവിനോട് പറയുകയുണ്ടായി. പക്ഷേ ഇത് രേണുസുതി അവിടെ ഉള്ള സമയത്ത്, അതായത് ജിസേൽ ഇപ്പോൾ ഇത് പറയുമ്പോൾ രേണുസുതി അടുത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങ് മാറി കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് രേണുസുതിക്ക് മനസ്സിലായില്ല. കാരണം രേണുസുതിക്ക് ഇംഗ്ലീഷ് അത്ര വിഷയമില്ലാത്തതുകൊണ്ട് ജിസേൽ അത് ഇംഗ്ലീഷിലാണ് നെവിനോട് കൺവേ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രേണുസുതിക്ക് അത് മനസ്സിലായതുമില്ല. അവരാരും അതിനെപ്പറ്റി പറഞ്ഞതുമില്ല. നൈറ്റും കൂടിയായിരുന്നു, മേ ബി രേണുസുതി ഉറങ്ങിപ്പോയതും കൊണ്ട് ആവാം. പക്ഷേ ഇത് ഷൈത്യ കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഷൈത്യ ഇന്ന് ജയിൽ നോമിനേഷൻ ടാസ്കിൽ ജിസേലിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഇത് ശക്തമായി ഈ ഒരു കാര്യം പറയുകയുണ്ടായി. പക്ഷേ അന്നേരം രേണുസുതിക്കാണെങ്കിലും ഇതില്ല, ഇങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടില്ല എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തു. ജിസേലായിട്ട് അത് അംഗീകരിക്കുകയും ചെയ്തില്ല. അതിനുശേഷം ശൈത്യ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേണുസുതിയോട്, ഇതിങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഈ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളും ഇത് ലൈവിൽ കണ്ടതാണ് ഇങ്ങനെ ഒരു കാര്യം. അത് ഉള്ളതാണ്. ജിസേൽ അങ്ങനെ പറയുക തന്നെ ഉണ്ടായി. അതിനുശേഷം ജയിൽ നോമിനേഷൻ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ പോയി ഇരിക്കുമ്പോൾ അഭിലാഷ് ഉൾപ്പെടെയുള്ള കുറച്ച് പേര് അവിടെ വന്ന് പറയുന്നുണ്ടായിരുന്നു, രേണുസുതി ഇങ്ങനെ രേണുസുതി അല്ല, ജിസേൽ ഇങ്ങനെ പലരെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് കേട്ടിരുന്നു. പക്ഷെ അത് ശരിയാണ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതായിരിക്കാം, പക്ഷെ അത് ഉപയോഗിച്ച ലാംഗ്വേജ് ഒട്ടും ശരിയായില്ല എന്നുള്ള രീതിയിൽ. അപ്പം നിവിന് ഈ പറയുന്ന പോലെ നിവിനും ഓർമ്മയില്ല എന്താ ഇവള് പറഞ്ഞെന്നുള്ളത്. നിവിനും അത് സമ്മതിച്ചിരുന്നില്ല. ഇനി അത് നിവിൻ്റെ ഗെയിം വളരാനാണോന്നും അറിയത്തില്ല. പക്ഷേ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏൺ ചെയ്ത, അതായത് ജിസയിലും നെവിനൂടെ ഏൺ ചെയ്ത ഫുഡുകൾ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയോ അല്ലെ അവർക്ക് കഴിക്കുകയോ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഏൺ ചെയ്ത ഫുഡുകൾ അവരുടെ ബില്ലുകൾ അടയ്ക്കേണ്ട ഭാഗമായിട്ട് അവരുടെ അടിമകൾ അവിടെ പോയി ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും കൂടിയാണ്. സോ ഈ സമയത്ത് നെവിൻ ഫുഡ് കഴിക്കുന്നുണ്ട്, നെവിൻ ബാക്കിയുള്ളവർക്കപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുമല്ലേ എന്നുള്ള രീതിയിൽ അവർക്ക് കൂടെ കൊടുത്തു, ഒരു ഹ്യൂമാനിറ്റിയുടെ ബേസിൽ. പക്ഷേ ഈ ജിസയിൽ ഹ്യൂമാനിറ്റി എന്ന് 100 പ്രാവശ്യം പറയുന്ന ജിസയിൽ ആ സമയത്ത് ഹ്യൂമാനിറ്റിയുടെ കാര്യം മറന്നുപോയെന്ന് തോന്നുന്നു. കാരണം അതൊരു ഫേക്ക് കാർഡ് ആയിരിക്കും ജിസേലിൻ്റെ ഹ്യൂമാനിറ്റി കാർഡ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ജിസേൽ വന്നിട്ട് നോക്കുമ്പോൾ ഇവരെല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ജിസേലിന് പൊട്ടി. ജിസേൽ പറയുന്നത് ചെറിയൊരു ന്യായമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും പോയി അവിടെ ടാസ്ക് ചെയ്യില്ലേ, അപ്പോൾ അവരോട് വന്നിട്ട് ഷെയർ ചെയ്താൽ പോരാ എന്നുള്ള രീതിയിൽ മാന്യമായിട്ട് സംസാരിക്കാം. പക്ഷെ അങ്ങനെയല്ല ജിസേൽ സംസാരിച്ചത്. നിവിനെ കുറ്റം പറയുകയല്ല ജിസേൽ അവിടെ ചെയ്തത്. ഇവർക്കൊക്കെ എന്തിനാണ് ഫുഡ് കൊടുക്കുന്നത്, ഇവരൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് അവരെ ചീത്ത വിളിച്ചിട്ട്, അതായത് ഇഡിയറ്റ്സ് എന്ന് പറയുന്നത് അവരെയാണ്, നിവിനെ അല്ല ഇഡിയറ്റ്സ് എന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ ബാക്കിയുള്ള. അപ്പോൾ നിവിൻ പറയുന്നുണ്ട് ഞാനിങ്ങനെ അവർക്കൊക്കെ കുറച്ച് പേട കേക്കൊക്കെ കൊടുത്തുള്ളൂ, പിന്നെ ലാസ്റ്റ് രേണു ചേച്ചി പറഞ്ഞപ്പോൾ രേണു ചേച്ചിക്ക് ഒരു പേടയോ കണ്ടെന്ന് കൊടുത്തു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഉടനെ ജിസേൽ പറഞ്ഞു രേണു അത് കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് ചത്തൊന്നും പോവില്ലല്ലോ, രേണു ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് തന്നെ അവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. സോ ഇപ്പോൾ ഇതാണ് നടന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുന്നു. താങ്ക് യു.